CPM ഒരു വലിയ ചർച്ചയായി കൊണ്ടുവരുന്ന ഒന്ന് അത് ഈ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്ന മട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന് കൃഷ്ണദാസ് സഖാവ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മളെയാണല്ലോ മച്ചമ്പി. എന്തുകൊണ്ട് ആ പെട്ടി ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ട എന്ന് ആവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതിന് ശേഷവും അതൊക്കെ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായിക്കോളും, അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് കൃഷ്ണദാസിനെ കൊണ്ട് പറയിക്കുന്നത് എന്താകാം? ശ്രീ എം പ്രകാശൻ, ഇത് വല്ല ഇടങ്ങേറായല്ല. അതിനേക്കാളേറെ ഗൗരവമായ ചോദ്യം, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കൊണ്ടുവന്ന വിഷയം മാറ്റിവെച്ച് ആ വിഷയം സംബന്ധിച്ച് CPM-ൽ തർക്കമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന 24 നിലപാടല്ലേ? അത്രക്കായല്ലേ? അത് വളരെ വിചിത്രമായ ഒരു കാര്യമല്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കള്ളപ്പണം സംബന്ധിക്കുന്ന നേരത്തെ കൊടകരയായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നിരക്കുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ് കള്ളപ്പണത്തിന്റെ വിഷയം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവിടെ ഇപ്പോൾ പകൽ വെളിച്ചം പോലെ ദൃശ്യങ്ങളിലൂടെ കള്ളപ്പണം ട്രോളി ബാഗിൽ കൊണ്ടുവന്നത് വ്യക്തമായിരിക്കുന്നു. എന്നിട്ട് ട്രോളി ബാഗിൽ ചർച്ച ചെയ്യേണ്ടത് ആ വിഷയത്തിൽ CPM-ൽ തർക്കമുണ്ടോ? എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത് 24 നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായകമാകും എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹാഷ്മി താജ് ഇബ്രാഹിം അതിന്റെ ചെയറിലിരുന്നോട് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഒരു ഭൂതക്കണ്ണാടി അന്വേഷണത്തിനാണല്ലോ. അല്ല പ്രകാശൻ, ഈ കൊടകര കുഴൽപ്പണത്തിലെ ഇപ്പോൾ ചർച്ചയായ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. അത് CPM-നെതിരായ ആണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതല്ല ഉദ്ദേശം, അല്ല, ഞാൻ പറയുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കേരളത്തിലെ പ്രേക്ഷകർക്ക് അറിയാത്തതല്ല. ലുക്കുണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. മാഷ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ എനിക്കെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചു. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, താങ്കൾ ഈ പറഞ്ഞ ഈ ചർച്ചയ്ക്കൊക്കെ കാരണമായ, ഈ ചർച്ചയ്ക്കൊക്കെ മൂല കാരണമായ താങ്കൾ തന്നെ പറഞ്ഞ കൊടകരയിലെ കുഴൽപ്പണ കേസിലെ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ അറിയിക്കുന്നത് ഇതേ ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. അത് CPM-നെതിരായ ഒരു വെളിപ്പെടുത്തലായിരുന്നോ ശ്രീ എം പ്രകാശൻ? അത് ജോറായി, എനിക്കിഷ്ടായി. വളരെ ഗൗരവമായ ഒരു വിഷയം. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന കളവുകളിൽ ഒരു കളവ് കൂടി ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യുന്നതൊന്നുമല്ല, കാരണം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. കേട്ട് ഞാൻ മടുത്തു. ഇവിടെ CPM-നെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് പറയുന്ന ഒരു ഭൂതക്കണ്ണാടി അന്വേഷണം അതൊരു ശരിയല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണോ കള്ളപ്പണം പറഞ്ഞത് നേരെ അത് പുറത്തു കൊണ്ടുവന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ നെഞ്ചത്തോട്ട് ശ്രീ എം പ്രകാശൻ CPM മുതിർന്ന നേതാവ് കയറുന്നത്? ശ്രീ എം പ്രകാശൻ, അത് CPM-നെ അബോധത്തിൽ അലോസരപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. CPM-നെ അറിയുന്ന ആർക്കും ഹാഷ്മി ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്വന്തമായിട്ട് അറിയാത്തവരല്ല. കാരണം ഇതിനെതിരെ ഏറ്റവും ശക്തമായി പോരടിക്കുന്ന പാർട്ടിയാണല്ലോ CPM. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിനെതിരായിട്ട് ഇവിടെ കേസ് കൊടുത്ത പാർട്ടി CPM-ആണ്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ശ്രീ എം പ്രകാശൻ എന്ന മുതിർന്ന CPM നേതാവിന്റെ അറിവിലേക്കായി, അതായത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഹാഷ്മിയിൽ എന്തോ ദുഷ്ടബുദ്ധി കാണാൻ ശ്രമിക്കുന്ന എം പ്രകാശന്റെ അറിവിലേക്കായി ഞാൻ പറയുന്നു, കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാനിടയായ കള്ളപ്പണത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ നിദാനമായ വെളിപ്പെടുത്തൽ കേരളത്തെ അറിയിച്ചത് ഹാഷ്മി താജ് ഇബ്രാഹിമും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന 24 ചാനലുമാണ്. അതെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10ഓളം അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിട്ടും പിണറായി വിജയൻ എന്താണ് ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് പോയതിനെ, ഹാഷ്മി ഒന്നല്ല പലയാവർത്തി കാര്യങ്ങളിൽ കൂടെ പറഞ്ഞതിനെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ അന്ന് CPM-ന് അനുകൂലമായി വാഴ്ത്തിപ്പാടിയതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അതിനകത്ത്. പറയുന്നത് മാത്രം ഒറ്റ കാരണേ ഉള്ളൂ. അത് മാറ്റി വെക്കുന്ന എന്താണ്? ഏത് ശത്രുവിന്റെ ഭാഗത്തു നിന്നും നല്ലതും ശരിയുമായ നിലപാടുകൾ ഉണ്ടായാൽ അതിനെ സ്വീകരിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. ഹാഷ്മി ഒരു സാധാരണ മാധ്യമപ്രവർത്തകനാണ്. ഹാഷ്മി ഒരു സാധാരണ മാധ്യമപ്രവർത്തകനാണ്. വാർത്തകൾക്ക് പിന്നാലെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആയി മാധ്യമപ്രവർത്തനം നടന്നൊരു മാധ്യമപ്രവർത്തകനാണ്. ഹാഷ്മിയെ പ്രകാശൻ മാസ്റ്ററെ പോലെ CPM-ൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ശത്രുപക്ഷം നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോളൂ മാഷേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു.